പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഞാൻ ഈ ആ പഴയ ഇന്റർവ്യൂയുടെ റെഫറൻസ് എടുക്കാം. ഞാൻ ആ ഇന്റർവ്യൂ കാണുമ്പോൾ യു ടോക്കിംഗ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്. അതിനകത്ത് എനിക്ക് ഇന്ന് ഞാൻ കണ്ടപ്പോൾ നൗ ബീങ് എ മദർ ഓഫ് 3 ആൻഡ് കുഞ്ഞുങ്ങൾ വലിയതായി ബീൻ ത്രൂ ദിസ് ജേർണി, മറ്റോടെ അതിനകത്ത് പറയുന്നുണ്ട് 2 വയസ്സിലെ മാറ്റിക്കിടത്തി. 2 വയസ്സിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നേരത്തെ പഠിപ്പിച്ചു. പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് ഇന്ന് തോന്നിയത്. അന്ന് എനിക്കത് സ്ട്രൈക്ക് ആയില്ല. പക്ഷെ ഇന്ന് ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇറ്റ്സ് ആക്ച്വലി എ ചൈൽഡ് വാസ് നോട്ട് അലൗഡ് ടു എൻജോയ് ഹർ ആ ഒരു ചൈൽഡ്ഹുഡ്, ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു കുഞ്ഞായി പോയല്ലോ ദൈവം. ഈ 2 വയസ്സിൽ എങ്ങനെ ഈ കുഞ്ഞിനെ മാറ്റിക്കിടത്താൻ തോന്നി? ചിരിച്ചോണ്ടാണ് പറയണത്. യു ടോക്കിംഗ് ഇറ്റ് വെരി ലൈറ്റ്ലി അബൌട്ട്. പക്ഷെ എനിക്കത് അത് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അത് എപ്പോഴെങ്കിലും I'm so happy that you identified that side of it. ഇത് കേൾക്കുന്നില്ലല്ലോ ആരും. And I'm so glad that you're seeing the other side of it. It's not easy. It's not okay എന്ന് തോന്നിയില്ലേ? It's not. See, ഞാൻ കുറെ നാളെ ഹെൽപ്പ് ചോദിക്കാൻ അറിയില്ല. You think that's a good thing. No, that is not a good thing. You don't have to be independent. You're living with amongst a lot of people. എനിക്ക് sometimes I wished ഞാൻ എന്നോട് മറ്റുള്ളവരോട് ഞാൻ കാണിക്കുന്ന കരുണയുടെ ഒരു 5% എന്നോട് കാണിച്ചായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബിക്കോസ് I think my childhood shaped me to be hyper independent. എൻ്റെ ധന്യ രാവിലെ 6 തൊട്ട് രാത്രി 9 വരെ ഉള്ള ടൈം ടേബിൾ ആർക്കാ ഓക്കെ? നോട്ട് ഫോർ എ ചൈൽഡ്. ആൻഡ് യു കാൻ സ്പീക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക വീട്ടിൽ. യു ഡോണ്ട് ഓപ്പൺ അപ്പ്, യു ഡോണ്ട് ബേസിക്കലി സ്പീക്ക് ഔട്ട് ലൗഡ്. ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾ ജസ്റ്റ് ബിക്കോസ് സി എൻ്റെ ഫാദർ ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇഫ് ദർ വാസ് സം ഗൈ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ഗൈ ഉണ്ടെങ്കിൽ ദാറ്റ് ഗൈ യു ലൈക്ക് ഹിം, ബ്രിങ് ഹിം ഹോം. സി ഇത് പറയുന്ന ഒരാളായതുകൊണ്ട് പുള്ളിക്ക് മറ്റൊരു സൈഡുണ്ട്. പക്ഷേ the other side, though it is training for a child, it shapes her into something else. അത് നമ്മൾ വലുതായി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറുന്നത്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി, a sense of being protected, the sense of നമുക്ക് വേറൊരാൾ റിലൈ ചെയ്യാം, നമുക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം. അതിനകത്ത് ഒരു ലൈൻ പറയുന്ന അതും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തോ കഴിക്കാൻ ആവശ്യപ്പെട്ടു, ആദ്യമായിട്ട് എന്തോ കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആൻഡ് യുവർ ഫാദർ സെഡ് യു നെവർ ആസ്ക്ഡ് ഫോർ എനിത്തിങ്, ദിസ് ദ ഫസ്റ്റ് ടൈം യു ആർ ആസ്കിങ്. ഐ വാസ് ലൈക്ക്, ഇവിടെ എൻ്റെ വീട്ടില് എനിക്ക് വീട്ടിൽ കാല് കുത്താൻ പേടിയാണ്. കാരണം കാല് കുത്തിയാൽ അപ്പോൾ ഓരോ ഡിമാൻഡ്സും ഓരോ വശത്ത്. യുനോ from there I thought it was not okay. When did you realize that it was not okay? 23. Oh my god. Have you had a conversation with your dad about this? No. Never. No, ഇല്ല. അമ്മയോട് പറയും. അല്ലാതെ അമ്മ കൊച്ച്. ഒരു പക്ഷേ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിൻ വരുമ്പോൾ ഐ എം വെരി നോൺഷലന്റ് ബിക്കോസ് മൈ വിൻസ് വെർ നോട്ട് സെലിബ്രേറ്റഡ് ആസ് എ ചൈൽഡ്. അപ്പം വിൻ വാട്ട്സ് ദ നെക്സ്റ്റ് തിങ്. അതായത് അവിടെ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ബ്രെയിനിൽ നെക്സ്റ്റ് ടാസ്ക് എന്നായിരുന്നു പോകുന്നത്. സോ ഐ കുഡ് നെവർ റിയലി റിലാക്സ്. പക്ഷെ എൻ്റെ അമ്മക്കറിയും. അമ്മ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും വിൻ വരുമ്പോൾ അമ്മക്കറിയുമ്പോൾ കാരണം എൻ്റെ ആ ഇമോഷൻ കട്ടായി പോയി. എനിക്കത് അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ടോ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാനൊന്നും അറിയില്ല. ബട്ട് ദെൻ അമ്മ എന്ന് കരയും ബിക്കോസ് ഷീസ് ദ വൺ ഹു സോ ദ ഹോൾ തിങ് അല്ലേ. അമ്മ അതുകൊണ്ട് ചില സമയത്ത് അറിയാതെ എന്നെ പൊക്കി പറഞ്ഞു പോകും. I have to like tell her, illa mama, no, it's not their business, like we don't have to tell them. She'll be like, I've seen it all. She wants to celebrate your wins, no? And then amma will start crying because yeah, I mean, yeah. പക്ഷേ it's a full journey തന്നെയാണ്. നമ്മളതിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. എനിക്കിഷ്ടമാണ് പാമ്പർ ചെയ്യപ്പെടുന്നത്. എനിക്കിഷ്ടമാണ്. ഐ വാണ്ട് സംബഡി ടു, ഞാൻ ചോദിക്കാതെ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാം. ഞാൻ ആദ്യത്തെ ഒരു 8-9 ഇയേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഡാഡി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് 18 ഇയേഴ്സ് കഴിയുമ്പോൾ വിട്ടോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു 22 ഒക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ തന്നെ ഇറങ്ങി. ഇത് കഴിഞ്ഞ് ഞാൻ വേറെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വർക്ക് നല്ല ഹെക്ടിക് ആവുന്ന പീരീഡ് വരും. 6 months and all. മര്യാദയ്ക്ക് ഉറങ്ങുമൊന്നുമില്ല. നമ്മൾ ട്രാവലാണ്. ബാഗ് അൺപാക്ക് ചെയ്ത് കഴുകി വെക്കുമ്പോഴത്തേക്കും തിരിച്ചിതിലേക്ക് വെക്കേണ്ട അവസ്ഥ. ഭയങ്കര ടയറിങ് ആയിരുന്നു ഒരു പോയിന്റിൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മ ബാഗ് അൺപാക്ക് ചെയ്ത് തരും.
അന്നേരം ഫീൽ ചെയ്യുന്ന ഒരു രാവിലെ ചായ ഇട്ട് തരും എൻ്റെ കർത്താവേ. And then I realized I can actually ask for help also and I can feel loved. ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സ്നേഹമുള്ള ആളാണ് ഞാൻ. എനിക്ക് മറ്റേ എന്തിപ്പോ സ്നേഹമായാലും പ്രണയമായാലും എന്തായാലും ഐ ലവ് സോ ഡീപ്ലി ആൻഡ് ഐ എം എ വെരി പാഷനറ്റ് ഫ്രണ്ട്. എടുക്കാൻ ഞാൻ എടുക്കും. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഞാനിപ്പോ ചോദിക്കായിരുന്നു എനിക്ക് എന്നാണ് ചിക്കൻ കറി ഉണ്ടാക്കി തരുന്നത്. എപ്പോ എന്നോട് പണ്ട് പ്രോമിസ് ചെയ്താണ്, ഇതിനായിട്ട് ചിക്കൻ കറി കിട്ടിയിട്ടില്ല. അപ്പൊ പറയാണ് ഞാനിപ്പോ കുക്ക് ചെയ്യാറില്ല, ഇല്ല, ഇനി കാരണം മടിയാ. എനിക്ക് മടിയാണ്. ഐ ലൈക്ക് സംബഡി ടു മേക്ക് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ഫോർ Yes. the whole need of wanting to be loved. അതൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നീഡാണ്. ആൻഡ് ഇപ്പോഴത്തെ കൾച്ചർ ഇസ് എക്സാക്ട്ലി ഇൻ ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന് തോന്നാറുണ്ടോ? പിന്നെ Now people talk about hyper independence in a way, you don't really need it, self love and all that. But I feel there is അത് എവിടെയോ നമ്മുടെ ബേസിക് ഹ്യൂമൻ നീഡിനെ കവറപ്പ് ചെയ്യാനുള്ള പിന്നെ ഒരു ലാക്ക് ഓഫ് കണക്ഷനെ കവറപ്പ് ചെയ്യാൻ, ആ ലോൺലിനെസ് കവറപ്പ് ചെയ്യാനുള്ള ഒരു ഷുഗർ കോട്ടിങ് പോലത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇന്ന് ഉള്ള ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ജനറലി ഐ എം ഓൾസോ എ ലിറ്റിൽ ബാഫിൾഡ് ബൈ വാട്ട് എവറിത്തിങ് ഈസ്. നമ്മൾ എഫർട്ട് ഇടാതെ നമുക്ക് ഡെയിലി ഷവർ ചെയ്യണ്ടേ? യു കനോട്ട് ഗോ, യു ഹാവ് ടു ഡു ദാറ്റ് ടു മെയിൻറ്റെയിൻ ലൈഫ്. യു ഹാവ് ടു ഈറ്റ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലേക്കും എഫർട്ട് ഇട്ടാലേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എഫർട്ട് ഇടുന്നതാണ് കുറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ പോപ്പുലർ ആയിട്ടുള്ള രസമുള്ള സബ്ജക്റ്റ് പ്രണയവും റിലേഷൻഷിപ്പും ആണ്. ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് പറയാം. നമ്മൾ ആക്ച്വലി തന്നെ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. We were brought up in culture where there was singing and very naive, innocent, powerful characters and all that. ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഉണ്ടാവും ആൾക്കാർ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കാണുമായിരിക്കുന്നെങ്കിലും. പക്ഷെ I mean, I do see a few really nice, interesting people also. Beautiful couples, you mean? Beautiful couples. അവരാണ് നമ്മുടെ ഒരു ഹോപ്പും ഒരു രസമുള്ള ഒരു പാരാമീറ്റർ, ബെഞ്ച്മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെയാ ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കുന്നത്? ആസ് എ വുമൻ, പ്ലീസ് സംബഡി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ എന്ന വുമണിനെ എനിക്ക് ഡെപ്തിൽ സ്നേഹിക്കാൻ ആണ് ഇഷ്ടം, എനിക്ക് ഒരു പ്രണയമാണ് ഇഷ്ടം, എനിക്ക് സേഫ് സ്പേസ് വേണം. ഇഫ് guys as a majority they want wide variety, if they do not want depth, and if they don't want to give safe space, നമ്മൾ ഇവരെയാണ് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ജീവിപ്പിക്കാൻ നോക്കുന്നത്. Why? അതായത് അവിടെ തന്നെ പ്രശ്നമല്ലേ അത്? to a point where I'm wondering, ഞാൻ അങ്ങ് ചേഞ്ച് ചെയ്ത പ്രശ്നം സോൾവ് ആവുമോ? എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. സോ ആ സിസ്റ്റം ഇറ്റ്സെൽഫ് ഭയങ്കര അബ്സേർഡ് ആണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിമൻ ആർ ഓൾമോസ്റ്റ് ദെയർ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഗൈസ് പ്രോബബ്ലി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇച്ചിരി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. You mean to say that men have the choice of not investing fully in a person? അല്ലേ? ആൻഡ് അവർക്ക് നീഡൊന്നും തോന്നുന്നില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ദ സൊസൈറ്റി ഈസ് ഷേപ്ഡ് ഇൻ എ വേ വേർ ഭയങ്കര ഡിസ്പാരിറ്റി ഉണ്ട്. വാട്ട് ദിസ് ഇസ് ലുക്കിംഗ് ഫോർ ആൻഡ് വാട്ട് ദിസ് ഇസ് ലുക്കിംഗ് ഫോർ. അപ്പം നമ്മള് ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് എൻ്റെ ലൈഫിലേക്ക് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇനി എടുക്കുള്ളൂ, അല്ലേ? എനിക്ക് സ്നേഹിക്കണം, എനിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യണം. ഞാൻ അങ്ങനെ ആരെയും കാണുന്നില്ല തന്നെ ഇപ്പൊ. അത് to a point where I am like, then let me just live my life. ഞാൻ അവർക്കും ബുദ്ധിമുട്ടല്ല, അവരെനിക്കും ബുദ്ധിമുട്ടല്ല. അങ്ങനെയാണ് ഇപ്പൊ ഈ ഇൻഡിപെൻഡൻസ് സാധനം വന്നിരിക്കുന്നത്. And I hear a lot of young women talk about this. കാരണം ആ ഒരു ഗ്യാപ്പ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. And it's very hard to find, especially with the advent of ഈ ഡേറ്റിംഗ് ആപ്സും അങ്ങനെയൊക്കെ എല്ലാം വന്നു കഴിഞ്ഞാൽ. ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ചിട്ട് ഒരാൾ ഒരു ബുദ്ധിപരമായ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു. See, there is no point trying to date multiple people. Imagine this, you have Titanic, Avatar, Marvel cinema, ഇതെല്ലാം TV ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് സിനിമ കാണാൻ പറ്റും? നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയെങ്കിലും വരേക്ക് കാണുമോ? ഇങ്ങനെയാണ് ഡേറ്റിംഗ് ആപ്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് സെൻസ് ടു മീ. Are you telling me that ഇത്രയും നാളും ഇത്രയും ആൾക്കാരുമായിട്ട് ഇടപെടുന്ന you did not find a person whom you felt was worth investing your time and energy in and putting in that effort for? അതൊരു
ഒരു ഒരു ഭയങ്കര ഡിസ്മൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. I do meet a lot of Especially for a people. person like you who is so romantic and so I am. എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് അത്ര എന്നെക്കാൾ ഇച്ചിരൂടെ സ്നേഹം കൂടിയ ആളെ ഇനി ഞാൻ എടുക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. How are you in relationships normally? I think I am very easy to live with. Yeah, if it is the right person. ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ചിലപ്പോൾ അറിയില്ല. കാരണം എനിക്കും സ്പേസ് ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് എൻ്റെതായ റൂട്ടീൻ ഉണ്ട്. എനിക്ക് പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പ്രഷൻ. അങ്ങനെ ഐ എം എ റൊമാൻറ്റിക്. നമ്മളെ പലപ്പോഴും ഒരു വല്ലാത്തൊരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ കുറിച്ച് കുറേ കാര്യങ്ങൾ തിരിച്ചറിയും. ലൈക്ക് യു സെഡ്, വേറൊരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളുടെ കുറേ പാറ്റേൺസ് ആണല്ലോ അതുപോലെ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ കുറേ ഒരു പക്ഷേ ഷോർട്ട് കമ്മിങ്സ് ആയിരിക്കും ഒരു കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അത് ഭയങ്കര അൺഫെയർ അല്ലേ തന്നെയാ. ഞാൻ എന്നെ ഒരുപാട് നാൾ അങ്ങനെ ബ്ലെയിം ചെയ്തു, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് നമ്മളുടെ ഉദ്ദേശം നല്ലതായിട്ട് നമ്മളെ ചെറുപ്പം തൊട്ടേ നന്നായിട്ടിരിക്കണം, നല്ലത് ചെയ്യണം, ഒരു കാരണം തടിക്കുമ്പോൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യു ഡോണ്ട് സീ ഈവൻ ടുഡേ ആഫ്റ്റർ ഓൾ ഓഫ് ദിസ് ഈവൻ ടുഡേ ഞാൻ ഫുള്ളായിട്ട് എന്നെ കൊടുക്കുള്ളൂ. അതെനിക്കൊരു വിഷയമല്ല. ഓൾറെഡി വീണ് പതറി എഴുന്നിട്ട് വന്നവർക്ക് ഇപ്പൊ എന്ത് വീഴ്ച, അതൊന്നും ഒരു വിഷയമല്ല. ഐ തിങ്ക് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ആൻഡ് അത് ജസ്റ്റ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സംബഡീസ് ഓർ നെഗറ്റീവ് ട്രേറ്റ്, അതിന് നമ്മളെയല്ലല്ലോ ബ്ലെയിം ചെയ്യേണ്ടത്. ടുഡേ പ്രോബബ്ലി ഐ എം വൈസർ ഫോർ ഇറ്റ് എന്ന് വെച്ചിട്ട് ഐ ഡോണ്ട് ഈവൻ ടുഡേ എന്റെ അടുത്തേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ ഞാൻ അയാളെ നന്നായിട്ടേ കാണും. ഇൻഫാക്ട് വാട്ട് ഇസ് യുവർ ടോക്സിക് ട്രേറ്റ്, ഐ സീ ഗുഡ് ആൻഡ് ബാഡ് പീപ്പിൾ. What do you like most about yourself? I think I'm absolutely non-judgmental and very easygoing. Okay, and what do you hate about yourself? Nothing. You're not self-critical? No. പലപ്പോഴും നമ്മൾ പ്രൈമറി കെയർ ഗീവർ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇന്നർ വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വോയിസ്. എന്റെ എഫേർട്ട് ഒരിക്കലും ഇനഫ് ആവില്ല. അതായത് എത്ര ചെയ്താലും ഞാൻ ചെയ്യുന്ന പണി നിർത്താൻ, ഞാൻ വീണൊക്കെ കഴിഞ്ഞ് ഞാൻ അറിയുള്ളൂ അത് ശരി ഇത്ര എഫേർട്ട് ഇട്ടല്ലേ.